വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സ്റ്റഡി സെന്റർ സാധാരണ എല്ലാ വർഷവും ലീഡറുടെ ജന്മദിനം ആചരിക്കുക. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എല്ലാ തവണയും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ സംസ്ഥാനത്ത് ഭരണകർത്താവ് എന്നുള്ള നിലയിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവ്, അതോടൊപ്പം താഴെ തട്ട് മുതൽ അങ്ങ് വികസന കാര്യത്തിൽ എല്ലാ മേഖലയിലും വികസനം, ഹൈടെക് വികസനം. അദ്ദേഹത്തിന്റെ കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, വിമാനത്താവളങ്ങൾ മുതൽ പഞ്ചായത്തിലെ റോഡുകളിൽ വരെ വികസനം എത്തിച്ച ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം. ഇവിടെ സുഭാഷ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതിലേക്ക് ആമുഖമായിട്ടൊന്ന് കടന്നു. ഇപ്പോ നെടുമ്പാശ്ശേരിയുടെ കാര്യത്തിൽ ഇനി 2 സർക്കാർ ప్రభుత్వం നല്ലതാണ്. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഏതൊരാളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കെ കരുണാകരനാണ്. അതിന് പ്രത്യേകിച്ച് പേരിട്ടില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ആ പേരില്ല. അതുപോലെ വിഴിഞ്ഞ തുറമുഖം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലെത്തുന്ന ഉമ്മൻചാണ്ടിയുടെ കാര്യം. ഈ 2 കാര്യങ്ങളിലും സർക്കാർ പേരിട്ടാലും ഇല്ലെങ്കിലും ഈ 2 കാര്യവും ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിലുണ്ട്. വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നേരിട്ട് വിമാനം ഇറങ്ങുമ്പോൾ അവരൊക്കെ അദ്ദേഹത്തിന് ഓർക്കാതിരിക്കില്ല. കാരണം അതുവരെയുള്ള കാലഘട്ടം, ഞാൻ 89 MP ആയിട്ട് വന്നപ്പോൾ അന്ന് ഇവിടുന്ന് ഒരു വിമാനത്താവളത്തിന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്കില്ല, ബോംബെ ഒഴിക്കാൻ. ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് നാട്ടിലേക്ക് വരാനും നാട്ടിൽ നിന്ന് പോകാനൊക്കെ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ, മലയാളികൾ, അന്ന് കസ്റ്റംസുകാരെ പേടിച്ച് കഴിയുന്ന രംഗങ്ങൾ പലതും കണ്ടിട്ടുള്ളവരാണ്. ഇന്നിപ്പോൾ നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരിട്ട് വിമാന സർവീസുകൾ, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരുള്ള സ്മാരകത്തിൻ്റെ, അതായത് ഫൗണ്ടേഷനാണ് കെ കരുണാകരൻ ഫൗണ്ടേഷൻ, KPCC പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഫൗണ്ടേഷനാണ് അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. അപ്പം നിർമ്മാണ കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. 20 കോടിയുടെ പ്രോജക്റ്റാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിന് 2 ആഴ്ച, ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ 14ാം ചരമവാർഷികം പ്രമാണിച്ച് എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളോടും ഒരു ടോക്കൺ എമൗണ്ട് ആയിട്ട് 1000 രൂപ വെച്ച് തിരിച്ചു നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ബൂത്തുകളിൽ 1000 രൂപ വെച്ച് നൽകാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ 25,000 ബൂത്തുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടന്നാൽ ഇന്ന് തന്നെ 2.5 കോടി പിരിഞ്ഞു കിട്ടുന്നു. 3 കോടി ഇപ്പോൾ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ ആ 3ഉം ഇന്നത്തെ 2യും കൂടെ കിട്ടിയാൽ അത് വെറുതെ നിർദ്ദേശം കൊടുക്കുകയല്ല. ജില്ലകളിൽ ചാർജുള്ള KPCC ഭാരവാഹികളും ഇന്ന് സംഘടനാ ചുമതലയുള്ള M. ലിജു എല്ലാവർക്കും സർക്കുലറും കൊടുത്തു. എല്ലാവരെയും ഫോണിൽ വിളിച്ചു പറഞ്ഞു. ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും അതാത് ജില്ലകളിൽ ഇന്ന് അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞാൽ ഈ ഫണ്ട്, ബൂത്തുകളിൽ നിന്ന് ഫണ്ട് കളക്ഷന്റെ മേൽനോട്ടം ഇരുന്ന് ഏൽപ്പിച്ചിരിക്കുക. അവരോട് എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് ആ മണ്ഡലത്തിൽ എത്ര ബൂത്തുണ്ട് ആ ബൂത്തിൽ നിന്നുള്ള തുക സമാഹരിക്കാനാണെന്ന് ആവശ്യപ്പെട്ടു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 5.5 കോടി പിരിഞ്ഞു കിട്ടിയാൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ. 2 ആഴ്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, ഇന്നിപ്പോൾ അതിൻ്റെ ഒരു യോഗം KPC അനുസ്മരണത്തിന് ശേഷം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. DC പ്രസിഡന്റ് ഉൾപ്പെടെ ഈ വേദിയിലുള്ള അതിലെടുത്തിട്ടുള്ള തീരുമാനം 2026 ജൂലൈ 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ജൂലൈ 5. 2026 ജൂലൈ 5-ാം തീയതി അത് ഔപചാരികമായിട്ട് നാടിനെ സമർപ്പിക്കണം എന്നാണ് ഇന്നത്തെ. എന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. അതായത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് 2010 ഡിസംബർ 23 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുമ്പോൾ ഒരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അന്നും നമ്മൾ പ്രതിപക്ഷത്തിരിക്കും.
അദ്ദേഹം പറഞ്ഞു 4 മാസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വന്ന കൊല്ലം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒരു ഗവൺമെന്റ് ഈ സ്റ്റേറ്റിൽ ഉണ്ടാവും, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഭാഗ്യവശാൽ ആഗ്രഹം നടന്നു. 2 സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് 5 വർഷം ഭരിച്ചു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ 14ാം ചരമവാർഷികമായിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഒരു ആദരവ്. അതിന് തക്കവണ്ണം പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, പ്രവർത്തിച്ചിരുന്ന കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ പച്ച തൊടാതിരുന്നൊരു പാർട്ടിയാണ് ഇന്നിപ്പോ ഈ തലസ്ഥാനത്തിന്റെ അധികാരം പിടിക്കാൻ പോകുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ ചില അങ്ങോട്ട് പോയി, അതിന് ദുഃഖമുണ്ടായിട്ട് പോയി. ആ ശക്തികൾ നഗരസഭ പിടിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ അത് തടയാനും നമ്മുടെ ഒരു നഗരസഭ അധികാരത്തിൽ വരാനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് 1971 സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം വരുമ്പോൾ, എന്നാണ് ഞാനൊക്കെ ഇങ്ങോട്ട് വരുന്നത്, തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് ഒരു കോൺഗ്രസ് മേയർ ഉണ്ടായിരുന്നു ഈ നഗരത്തിൽ, അന്തരിച്ച ഈ കുഞ്ഞിരാമൻ. എന്ന് പറയുമ്പോൾ ഈ സംവരണം ഇല്ലാത്ത കാലത്താണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞിരാമൻ അന്ന് ആദ്യമായിട്ട് കോൺഗ്രസ് അദ്ദേഹത്തിന് മേയറാക്കി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ, ഈ സംവരണമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ദളിതനെ കോർപ്പറേഷൻ മേയറാക്കിയ ചരിത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക്. അത് തീർച്ചയായിട്ടും അതിനുശേഷം ഒരു കോൺഗ്രസിന്റെ എന്ന് പറയുന്ന ഒരു മേയർ ഉണ്ടായി. പിന്നെ ഉണ്ടായത് കോൺഗ്രസ് ഭരണകാലത്ത് LDF-ന്റെ കൂടെ നിന്നിട്ടൊക്കെ മേയർമാരുണ്ടായി. പക്ഷെ അതല്ല, കോൺഗ്രസ്സുകാരനായി ഒരു മേയർ ഉണ്ടായി. ആ ഒരു ക്ഷീണം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ആ വെല്ലുവിളിയിൽ നമ്മൾ നേരിടുന്ന 2 പേരെയാണ്. ഇപ്പോ 2 ശക്തികൾ, ആ ശക്തികൾ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. എൻ്റെ സന്ദേശത്തിൽ ശങ്കരാടിയുടെ ഭാഷയിൽ പറഞ്ഞു, പ്രതിലോമ ശക്തികളും പ്രതിക്രിയാവാദികളും പ്രത്യക്ഷത്തിൽ 2ആണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്ന് പറഞ്ഞൊരു വാചകം. അങ്ങനെ അന്തർധാര ഇപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ തോൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കരുണാകരൻ നൽകാനുള്ള ഏറ്റവും വലിയൊരു ആദരവ് എന്ന് പറയുന്നത് ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക. ഇന്നത്തെ കാലത്തെ പത്രങ്ങളിലെ വാർത്തകളൊക്കെ ഉണ്ട്. അദ്ദേഹം തൃശ്ശൂര് ആണ്, അദ്ദേഹം കർമ്മരംഗം തൃശ്ശൂരായി. ആ തൃശ്ശൂരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂരം കലങ്ങിയത്. അതിന്റെ പേരിൽ വർഗീയ കക്ഷികൾ, കരുണാകരന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു വർഗീയ പാർട്ടി തന്നെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നിപ്പോ അതിന്റെ റിപ്പോർട്ട് കലക്കിയ ആള് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. കലക്കിയ ആളെ തന്നെയാണ്, അതായത് മോഷണം നടത്തിയ സംഭവം കണ്ടുപിടിക്കാൻ ഏറ്റവും മികച്ച മോഷ്ടാവിനെ ചുമതലപ്പെടുത്തുന്ന പോലെ കലക്കിയ ആളെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും, കലക്കിയ ആൾ നല്ല വിദഗ്ധമായി കലക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കലക്കിയ ആരാന്ന് പറയുന്നില്ല. കാരണം ആരാന്ന് പറഞ്ഞ ആൾ തന്നെ ആയിരിക്കും കേസിൽപ്പെടും. ഇന്നിപ്പോ അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിനെ വെള്ളം ഊശുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ 2 ശക്തികൾ ഒരുമിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം, അതിന്റെ പാലമാണ് ഈ അരിപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ ഇവിടെ വീണ്ടും ഭരണത്തുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടത് നമ്മുടെ ചുമതല. അതിനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി, അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ എന്തോ ഒരു അപരാധം നടന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പൊ പല വാർത്തകളും. ഏതായാലും ഇപ്പൊ ഒരു കാര്യം നന്നായി, ഇത്രയും കാലം പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ കൂടെ ഇപ്പൊ ഒരു സമുദായം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പല സമുദായങ്ങളുടെ ചടങ്ങുകളിലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നു.
അതിന് രണ്ടുപേരും ഉണ്ട്, പാർലമെന്ററി പാർട്ടി നേതാവും ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഇവരൊക്കെ പങ്കെടുക്കും. അപ്പൊ അതൊരു നല്ലൊരു സൂചന, അതിന് നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോ VD സതീശൻ മരാവൻ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ, രമേശ് ചെന്നിത്തല NSS SNDP യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഖാന്തരം UDF. അപ്പൊ നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവായി കാണുന്നതിന് പകരം മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇതൊക്കെ തീരുമാനിക്കുന്ന ആദ്യം നമുക്ക് ഇലക്ഷൻ ജയിക്കണം. ജയിച്ച് 71 കണക്ക്. 140 71 ശരിക്കും 72 ആണ്. ഒരാൾ സ്പീക്കറായിട്ട് പോകുമ്പോൾ സ്പീക്കർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പൊ 72 കഴിഞ്ഞാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അതേ നമ്പറെങ്കിലും മിനിമം വേണം. പക്ഷെ അതുകൊണ്ടും ആയില്ല. കാരണം ആ മിനിമം എന്ന് പറയുമ്പോൾ 2 കക്ഷികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ എതിർക്കാൻ. അതുകൂടെ കണക്കിലെടുത്ത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു. അതിലിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതാരാന്ന് അന്നത്തെ MLA-മാർ, ജയിച്ചു വരുന്ന MLA-മാർ, അവരുടെ അഭിപ്രായം ചോദിക്കും സ്വാഭാവികമായിട്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എന്നെ തെലങ്കാനയിലെ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നിരീക്ഷകൻ ഒരാളായിട്ട് ഞാനുണ്ട്. ഞങ്ങൾ അന്ന് ജയിച്ച് 67 തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോടും ചോദിച്ചു. അതിൽ മഹാഭൂരിപക്ഷം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ മുഖ്യമന്ത്രി. MLA-മാരുടെ ഭൂരിപക്ഷവും വേണം, അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വീകാരനായ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങളും അതിൻ്റെ ഒരു ഭാഗമുണ്ട്. കാരണം കേരളം കൂട്ടുകക്ഷികളൊന്നല്ല, സിംഗിൾ പാർട്ടിയല്ല. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി ദേശീയ നേതൃത്വം ആരായാണ് എല്ലാം ചേർത്ത് വെച്ച് ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അതിലാര് വന്നാലും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഈ കാലാവധി സർക്കാർ കഴിയുമ്പോൾ 10 വർഷക്കാലം അടികൊണ്ടവരും പോലീസിന്റെ കയ്യിൽ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവരും, അതിനൊക്കെ ഒരു പകരം ചോദിക്കണ്ടേ? ഞാൻ പറയും, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ആ 10 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടില്ലാണ്. കാരണം ഞാനും തന്നെ ഇപ്പൊ എത്ര കേസുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. ഒരു പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് എത്ര കേസിൽ പ്രതികളാണ്. ഞാൻ ഇതിന്റെ കണക്ക് സാധാരണ എടുക്കാറ് നോമിനേഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പോഴാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമരം ചെയ്തുകൊണ്ടായിരിക്കണം കേസിൽ പ്രതികളാവേണ്ടത്. പീഡന കേസിലെ പ്രതിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അവർക്കും നമ്മൾ ഇതിന് ശേഷം ഒരു അംഗീകാരം കൊടുക്കണം. ഇപ്പൊ എല്ലാം പറയുമ്പോൾ തലമുറയെല്ലാം മാറേണ്ടത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അടി കൊണ്ടവർക്കൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കും. ഇപ്പൊ ചില ആൾക്കാരുടെ ഈ വാട്സപ്പിൽ കൂടെ കളിക്കുന്ന ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം തന്നെ അത് ഞങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീർത്തോളാം. അതിലാരും പക്ഷം പിടിക്കേണ്ട കാര്യം. ഏതെങ്കിലും അഭിപ്രായങ്ങൾ TV-യിൽ കാണുന്ന ഉടനെ ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്തതിന് സൈബർ വിദ്വാന്മാർ, ഇത്രയും കാലം CPM-ന്റെ ആയിരുന്നു സൈബർ ഗുണ്ടകൾ എന്ന് നമ്മൾ വിളിച്ചു. സമാനമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമ്മുടെ ചേരിലേക്ക് അടിഞ്ഞുകൂടി. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നെ പുകഴ്ത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. ആരെ വേണമെങ്കിലും ഇഷ്ടമാണ് നേതാക്കളെ പുകഴ്ത്തുന്നതിൽ കുറ്റം. എന്നാൽ ആരെങ്കിലും ഇകഴ്ത്തി കാണിച്ചാൽ, ആരെങ്കിലും കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞ, ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞു. ഇപ്പൊ ഇവിടെ നടക്കുന്നൊക്കെ അതെ, രണ്ടുപേരും അഭിപ്രായ വ്യത്യാസം അവർ തമ്മിൽ തീർത്തുള്ളൂ. അതിനെന്തിനാ ചില വിദ്വാന്മാർ, ചില പെട്ടി തൂക്കികൾ വന്നിട്ട് എന്തിനാ അഭിപ്രായം പറയുന്നത്? ചില ആൾക്കാർ ഭീഷണിപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനിവിടെ എല്ലാ ദിവസവും ഉണ്ടാവും, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ഓഫീസിൽ കൊണ്ട് വന്നാൽ മതി. നമുക്ക് പിന്നെ മൈക്ക് അല്പം ധാരാളമായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട്
മൈക്ക് ഓപ്പറേറ്റർ വിചാരിച്ച് കാണും ഇതാകുമ്പോൾ എന്തായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർട്ടിയോട് കൂടുതലവരല്ല. ഏതെങ്കിലും നേതാക്കന്മാരെ പുകഴ്ത്തുന്നതിലല്ല തെറ്റ്, മറ്റുള്ളവരെ മോശക്കാരായി ഇകഴ്ത്തുന്ന സംസ്കാരം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഏതായാലും നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു പ്രവർത്തനം നോക്കിയാൽ നമ്മൾ ജയിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അത് നിലനിർത്തിയാൽ മാത്രം പോരില്ല. അപ്പൊ നമുക്ക് UDF 41 MLA-മാർ, ഉമ്മൻചാണ്ടി ഏറ്റവും അസുഖമുള്ള സമയത്താണ് കഴിഞ്ഞ ഇലക്ഷൻ അധികം നേരിട്ടത്. അപ്പൊ അതിനേക്കാളൊക്കെ എത്ര ഇരട്ടി ചാണ്ടി ഉമ്മൻ ജയിച്ചു. അതുപോലെ തന്നെയാണ് തൃക്കാക്കരയിലും, അത് തന്നെയാണ് പാലക്കാടും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതൊക്കെ നമ്മുടെ 41-ൽ സീറ്റുകൾ. ആ 41-നെ 75 ആക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ജോലി എടുക്കാൻ ഞാൻ അതേ പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നോടിയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. ലോക്കൽ ബോഡിയിൽ ജയിക്കുക എന്നുള്ളത് ഇതിന്റെ ആദ്യ കടമ്പയാണ്. ഞാനൊരു കാര്യം പറയാം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ രാപ്പകൽ അധ്വാനിക്കുന്ന പ്രവർത്തനം, അങ്ങനെയുള്ളവർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാനോ ഒരു കോർപ്പറേഷൻ കൗൺസിൽ ആവാനൊക്കെ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മളായിട്ട് അതിന് തടസ്സം ഉണ്ടാക്കും. ഞാൻ പറയാം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF ജയിച്ചാൽ അടുത്ത അസംബ്ലിയുടെ പകുതി കടമ നമ്മൾ കടന്നു കഴിഞ്ഞു. ആ കാര്യത്തിലൊക്കെ നല്ല പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കുക. ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ KPCC വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. മിഷൻ 25 എന്നുള്ള ആ പ്രവർത്തനം ഏറ്റവും സീനിയർ നേതാക്കളെ നഗരസഭകളെ കോർപ്പറേഷനെ പോലും ചുമതല ഏൽപ്പിച്ചു. ഇപ്പോൾ KPC പ്രസിഡന്റ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല, രമേശ് ചെന്നിത്തല കോഴിക്കോട് കോർപ്പറേഷൻ, PD സതീശൻ കൊച്ചി കോർപ്പറേഷൻ, ഇവിടെ PC വിഷ്ണുനാഥിനാണ്. അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ഈ ജില്ലയിൽ നിന്നൊക്കെയുള്ള ഞങ്ങൾക്ക്, ഞാൻ ഈ ജില്ലയുടെ മുൻ ജനപ്രതിനിധി കൂടിയാണ്, ഞങ്ങൾക്ക് കോർപ്പറേഷനിലെ 10 വാർഡിനെ ചുമതലയാണ് അദ്ദേഹം ഞങ്ങൾ ഏൽപ്പിച്ചത്. എനിക്ക് ശിവകുമാറിനും ശരത്ചന്ദ്ര പ്രസാദും ഞങ്ങൾക്ക് കുറിപ്പ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് 10 സീറ്റുകൾ, നഗരസഭയിലെ 100 സീറ്റുകൾ 10 സീറ്റുകൾ വീതം ഞങ്ങളെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. സീറ്റുകൾ അടുത്ത അസംബ്ലിയിലൊക്കെ സ്ഥാനാർത്ഥികളെന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ലോക്കൽ ബോഡി കഴിഞ്ഞ്, അതെ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ മേയറാനും സ്ഥാനാർത്ഥി വേണം. ഒരു മേയർ കാൻഡിഡേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലാതെ എല്ലാവരും MLA-യും മന്ത്രിയാവാൻ നിൽക്കണ്ട, നല്ല ഇടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നഗരസഭകളിൽ നേതൃത്വം കൊടുക്കാനും സീനിയർ നേതാക്കന്മാരുണ്ടാവും. ആ രീതിയിൽ മുന്നോട്ട് പോകണം. ഞാൻ മറ്റൊന്നും ദീർഘമായി പറയുന്നില്ല. നമ്മുടെ പാർട്ടിയുള്ള ഇന്നത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം, ഏറ്റവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ നമ്മളെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ പുലിവാല ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവരുടെ സമ്മേളനങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് സർക്കാരിന്റെ പോരായ്മ എന്ന് നമ്മൾ പറയാതെ തന്നെ അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ മേയറെ കുറിച്ച് പറഞ്ഞുള്ള ഏറ്റവും ധാർഷ്ട്യം ഉള്ള പെരുമാറ്റം, അത് മുമ്പ് ഞാൻ പറഞ്ഞതിനാണ് എൻ്റെ വീട്ടിൽ സമരം ചെയ്യാൻ മതി. അത് കോഴിക്കോട്ടെ വീട്ടിൽ, തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതിന് കോഴിക്കോട്ടെ എൻ്റെ വീട്ടിൽ സമരം ചെയ്യാൻ മതി. ഇപ്പൊ അതിനേക്കാൾ നല്ല ഭരണിപ്പാട്ടാണ് സ്വന്തം പാർട്ടിക്കാർ അവരെ കുറിച്ച് പറയും. അപ്പോൾ അതൊക്കെ പത്രത്തിൽ എഴുതുന്നുണ്ട്, ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അവസരങ്ങൾ മുതലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളിത് കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നല്ല കരുണാകരന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആദരവ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും പാർട്ടിയുടെ വിജയവുമാണ്. അതിനെല്ലാവരും പ്രവർത്തിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ 2026 ജൂലൈ 5-ാം തീയതി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വലിയ കെട്ടിടം, ഏതാണ്ട് 20 കോടിയാണ് എസ്റ്റിമേറ്റ് എന്നത് അത് അംഗീകരിച്ചിട്ടുണ്ട്. 7 നിലയുള്ള 20 കോടി എസ്റ്റിമേറ്റ് ഉള്ള ബിൽഡിംഗാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അത് നമുക്ക് എല്ലാവരും സഹകരിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാം. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും വിനീതമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.